രാജമൗലിയാരെ വന്നിരുന്ന കണ്ടിട്ട് പല ഒരു അപരാധം എന്ന് പറയും. സിനിമ എടുക്കുന്നവന്റെ കഷ്ടപ്പാടെന്താണെന്ന് യവനൊക്കെ വല്ല അറിയാം. സുമേഷിനെ വീഡിയോ കോൾ ചെയ്യണോ? ഇന്ന് എനിക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ എന്റെ ചെറുക്കനൊക്കെ ഒരു അടിക്കുമത്. നമ്മൾ അടിക്കും, എന്തെങ്കിലും ഒരു ദിവസം അടിക്കും. അത് വേറെ കേസ്. ഞാനും നീതിനും കൂടെ എന്തെങ്കിലും ഇരുന്ന് അടിക്കും. ഒരു വളി പോയതായി. ഒന്ന് ബാത്റൂം പോകാൻ മുട്ടി, ഒന്ന് തൂറാൻ പറ്റുമോ? പറന്നൊക്കെ അടിക്കണം. പണം വലിയ പ്രതീക്ഷയോടെ വന്നതാണ്. വലിയ പ്രതീക്ഷയോടെ വന്നപ്പോഴത്തേക്ക് ഒരു വളി പോയതായി. നല്ല കുറച്ചിൻ്റെ സാരിയെ കൊടുത്തുള്ള ആ ഒരു ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആകാംക്ഷ തോന്നി. അത് അങ്ങനെ ഉടുത്ത് വരണമെന്നൊരു ആകാംക്ഷ തോന്നി. തുടക്കത്തിലൊന്നും കുഴപ്പമില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പോയി. പിന്നെ സ്റ്റണ്ടൊക്കെ കൊള്ളായിരുന്നു. പിന്നെ സ്റ്റണ്ടിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് അല്ലു അർജുൻ്റെ ഫൈറ്റിൽ അല്ലു അർജുൻ 2 കൈ കെട്ടും, 2 കാല് കെട്ടും. ഈ 2 കൈയും കാലും കെട്ടിക്കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ? നമുക്കൊന്ന് മൂത്രം ഒഴിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ പോയിട്ട് ഒന്ന് ബാത്റൂം പോകാൻ മുട്ടി, ഒന്ന് തൂറാൻ പറ്റുമോ? 50-55 പേര് വരുമ്പം അല്ലു അർജുന് 2 കൈയും കാലും കെട്ടിയിരിക്കണത് പറന്നൊക്കെ അടിക്കണം. പക്ഷെ അത് മോശമായി പോയെന്ന് എനിക്ക് മോശമായി പോയി. പക്ഷെ അല്ലാത്ത രീതിയിൽ സ്റ്റണ്ടാണെങ്കിൽ ഓക്കെ ആയിരുന്നു. അതിൽ നമ്മളെ മലയാള സിനിമയിലെ നടന്മാർ തന്നെയാണ് വേറെ ലെവൽ. പിന്നെ അല്ലു അർജുനെ കുറ്റം പറയുന്നതല്ല. പിന്നെ ഏറ്റവും ലാസ്റ്റ് കോമഡി, ഏറ്റവും ലാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി എന്ന് പറഞ്ഞാൽ സെൻറ്റിമെൻറ്റ്സ് സീനാണ് വന്നത്. സെൻറ്റിമെൻറ്റ് സീൻ വന്നപ്പോൾ കണ്ടുകൊണ്ടിരുന്നവരെല്ലാവരും കൂടെ എല്ലാവരും അവർ പടത്തിൽ അഭിനയിച്ചവർ കരഞ്ഞ് അഭിനയിക്കണത് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളെ പ്രേക്ഷകർ ചിരിക്കണം അവിടെ ഇരുന്ന്. അങ്ങനത്തെ ഒരു ഇതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല. കങ്കുവെന്നായിട്ട് ഭേദമാണ്. ഒരു ആവറേജ് മൂവി. പല ഒരു അപരാധം എന്ന് പറയും. കാര്യം എന്താണ്? ഒരു സിനിമ എടുക്കുന്നവൻ്റെ കഷ്ടപ്പാടെന്താണെന്ന് യവനൊക്കെ വല്ല അറിയാം. അല്ലെങ്കിൽ യവനൊക്കെ സെറ്റിൽ വല്ല പോയിട്ടുണ്ടോ? ഇല്ലല്ലേ. ഇതൊന്നും അറിഞ്ഞൂടാത്തവന്മാർ വന്നതെന്ന് പലതും പറയും. പക്ഷേ പൈസ കൊടുത്ത് നമുക്കിരുന്ന് കാണാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കാണണമെങ്കിൽ നമ്മളെ ഓടി വണ്ണി തന്നെ കാണണം. ഓടി വണ്ണിൽ നമ്മളെ ആരിസ് പ്ലസ്സിൽ വന്ന് കാണണം. എന്നാലേ സിനിമ നമ്മൾ ആസ്വദിക്കുള്ളൂ. ഇനി കൊച്ചിയിലല്ല, ഇനി വേറെ എവിടെ പോയാലും. കൊച്ചിയിൽ ഞാൻ പോയി പടം കണ്ട. പക്ഷേ കൊച്ചിയിൽ നമ്മളെ ഓടി വണ്ണിൻ്റെ ഒരു പകുതിയില്ല. സത്യം. പക്ഷേ സെലിബ്രിറ്റീസ് മൊത്തം അവിടെ താമസിക്കുന്നത് കൊണ്ട് അവിടെയാണ് എല്ലാവരും പോകണം. പക്ഷേ ഈ ഒരു തിയേറ്ററിൽ രാജമൗലിയാരെ വന്നിരുന്ന കണ്ടിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ട് പോയതാണ്. കൊച്ചി എവിടെ കിടക്കാണ്? കൊച്ചി അങ്ങ് നമ്മളെ ആരിസ് പ്ലസ്സാണ് മുത്ത്. സുമേഷ് ഇത്രയും നേരം ഉണ്ടായിരുന്നല്ല വീഡിയോ കോളിൽ. സുമേഷിനെ വിളിക്കണോ? സുമേഷിനെ വീഡിയോ കോൾ ചെയ്യണോ? സുമേഷ് ഇന്ന് എനിക്കെടുത്ത് തരാമെന്ന് പറഞ്ഞു. അടിക്കണമെന്നുണ്ട്. പക്ഷേ എനിക്ക് ജോലിക്ക് പോകണം, അതുകൊണ്ട് സ്കൂളിൽ പോകണം. അതുകൊണ്ട് എനിക്ക് അടിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനും എൻ്റെ ചെറുക്കനൊക്കെ ഒരു മാംഗോ ചില്ലി എടുത്ത് അടിക്കുമത്. നമ്മൾ അടിക്കും, എന്തെങ്കിലും ഒരു ദിവസം അടിക്കും. അത് വേറെ കേസ്. ഞാനും നീതിനും കൂടെ എന്തെങ്കിലും ഇരുന്ന് അടിക്കും. അതിൽ വേറെ മാറ്റമൊന്നുമില്ല.